മാർക്കറ്റിലെ ട്രെൻഡിങ് കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് അല്ലേ. അത് വെസ്ബോഗ് നടത്തുന്നുണ്ട്, അതുപോലെ വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന ഈ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ കോഴ്സ് ലെവൽ 7 ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കേസ്. കാരണം എന്തുകൊണ്ടാണ് കുറേ സ്റ്റുഡൻസിന് PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ദുബായിലോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏത് മിഡിൽ ഈസ്റ്റ് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റ് ആവാനുള്ള ഒരു കാരണമുണ്ട്. കാരണം അവർ ക്വാളിഫിക്കേഷൻ വാലിഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രശ്നം എടുക്കുന്നത്. കാരണം നല്ലൊരു ക്വാളിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വെസ്ബർഗ് കൊടുക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് UK ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ UK ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേൾഡ് എവിടെ വേണമെങ്കിലും ജോബ് ചെയ്യാം. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അത് ലെവൽ 7 ക്വാളിഫിക്കേഷൻ ആവണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല അതിന് 120 ക്രെഡിറ്റ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഈ 120 ക്രെഡിറ്റ് ഉള്ള ലെവൽ 7 ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MSc ഇക്വിവലൻ്റ് ആണ്, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ യൂണിവേഴ്സിറ്റിക്ക് ഇക്വിവലൻ്റ് ഉള്ള ക്വാളിഫിക്കേഷൻ. ഈ ഒരു ക്വാളിഫിക്കേഷനാണ് എന്ത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും അല്ലെങ്കിൽ ഈവൺ ഒരു കുറച്ച് +2 കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിപ്ലോമ ഒക്കെ ഉള്ള കുട്ടികൾ എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ അതൊരു മാസ്റ്റർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആവുള്ളൂ. മാസ്റ്റർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് PG എന്നുള്ളതൊരു ഒരു വാല്യൂവിൽ വരുള്ളൂ. അപ്പോൾ അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് വാക്കൻസികൾ അവൈലബിൾ ആണ്, ഹൈ പാക്കേജും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഈ ഒരു ലെവൽ 7 സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ ഈ ജോബ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ലെവൽ 7 ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ, അത് ലെവൽ 7 അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു PG ഡിപ്ലോമ ഇന്ന് കേരളത്തിൽ വെസ്ബർഗിന് മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ലെവൽ 7 ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമല്ല ഒരു കോളേജിനും കേരളത്തിൽ ഒരു ലെവൽ 7 ക്വാളിഫിക്കേഷൻ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അവർക്കുള്ള ഒരു റിയാലിറ്റി അവർ നോക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ലെവൽ 7 ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ലെവൽ 7 ക്വാളിഫിക്കേഷൻ ആണ്. ആ ക്വാളിഫിക്കേഷൻ 120 ക്രെഡിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ ജോബുണ്ട്, ഇഷ്ടംപോലെ വാക്കൻസികൾ പുറത്തുണ്ട്. നാട്ടിലെ കേസല്ല പറയുന്നത്, നാട്ടിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഒക്കെ എന്തെങ്കിലും ജോബൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ പുറത്ത് പോകാം, ദുബായ് അല്ലെങ്കിൽ UK, യൂറോപ്പ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, സൗദി, ഒമാൻ, ഖത്തർ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട PG ഡിപ്ലോമ അത് ലെവൽ 7 ആണോ എന്നുള്ളത് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിന് 120 ക്രെഡിറ്റുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ UK ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായില്ല. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിൽ. അത് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലെവൽ 7 ക്വാളിഫിക്കേഷൻ 120 ക്രെഡിറ്റുള്ള ലെവൽ 7 ക്വാളിഫിക്കേഷൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേരളത്തിൽ കൊടുക്കാൻ പറ്റൂല എന്നുള്ള വെസ്ബർഗിന് അത് ചാലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ലെവൽ 7 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സാർ പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും എവിടെയാണ് ജോബ്, എന്താണ് ജോബുള്ള ചിലപ്പോൾ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേരിൽ തന്നെ ഉണ്ട് ശരിക്കും അതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അതായത് ഹോസ്പിറ്റലിന്റെ ഭരണം മൊത്തം ആരുടെ അടുത്താണ്, ഈ ഒരു ടീമിന്റെ അടുത്താണ്. അപ്പൊ നമ്മളൊരു സ്റ്റാഫിങ്ങിന്റെ ഒരു റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ അത് നമ്മളെ ഹോസ്പിറ്റലുകാരുടെ ചോദിച്ചാൽ മനസ്സിലാവും. ആ സ്റ്റാഫിങ്ങിന്റെ റേഷ്യോയിൽ ഒരു 40% മാത്രമേ മെഡിക്കൽ റിലേറ്റഡ് ആളുകൾ ഹോസ്പിറ്റലിലുള്ളൂ. ബാക്കി 60% നോൺ മെഡിക്കൽ ആണ്. നോൺ മെഡിക്കലിൽ വരുന്ന ആളുകളിൽ ഏറ്റവും പ്രയോറിറ്റി ഉണ്ടാവും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് സാറ് പറഞ്ഞ പോലെ ലെവൽ 7 ഉള്ള വെസ്ബർഗിൽ ഇപ്പോൾ ലെവൽ 7 കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള കോഴ്സ് പഠിച്ചു വരുന്ന ആളുകൾക്കാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട് ഓഫീസർ അറ്റൻഡറുള്ള പോസ്റ്റ് അല്ല ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഈ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മുതൽ CEO വരെയുള്ള പോസ്റ്റിലുള്ള ആളുകൾ കംപ്ലീറ്റ് ഈ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അതിൽ PRO ഉണ്ട്, ഇൻഷുറൻസ് സെക്ഷൻ ഉണ്ട്, അതുപോലെ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, അഡ്മിൻ ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. ഇത് ഏത് ഫീൽഡിലേക്ക് പോവാണെങ്കിലും ഈ ഒരു കോഴ്സ് കൊണ്ടവർക്ക് പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഒരു പ്രിയോറിറ്റി കിട്ടാൻ കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ കൂടെ ഇതൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളാണെന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളും കാര്യങ്ങളൊക്കെ ധാരണ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ അടുത്ത് ഈ ഒരു അനാട്ടമി ഏരിയകളൊക്കെ ഒരു പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഒരു പേഷ്യന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പേഷ്യന്റ് കൾച്ചർ ഉണ്ടല്ലോ, ഈ ഒരു കൾച്ചറും പഠിച്ചുകൊണ്ടാണ് ഇവർ അതിലേക്ക് പോകുന്നത്.
അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ടൈം, കൺസൾട്ട് ടൈമാണ് ഡോക്ടറായിട്ട് ഉണ്ടാവുക. ഇപ്പൊ നഴ്സുമാരാണെങ്കിലും അവർക്ക് എപ്പോഴാണോ നഴ്സുമാരെ ആ ഒരു ഇത് വരുന്ന ആ സമയത്ത് അവരുണ്ടാവുക. ഇപ്പൊ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അവർ ബ്ലഡ് സാമ്പിൾ എടുക്കുക അതൊക്കെ. പക്ഷെ ബാക്കി എല്ലാ സപ്പോർട്ടും വരെ ആ ഒരു ഇത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാനേജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ലെവലിൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്കുള്ളത്, ഈ കുട്ടികൾക്കുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ PG ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ PG ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കൂടെ തന്നെ ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡ്യുവൽ ക്വാളിഫിക്കേഷൻ ആണ് ശരിക്കും കിട്ടുന്നത്. ഒറ്റ ഡൊമൈനിൽ രണ്ട് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള മേഖല വിട്ടിട്ട് ഈ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരൊറ്റ കോഴ്സ് കൊണ്ട് സ്റ്റുഡന്റിന് ഇതൊക്കെ സാധ്യമാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരൊറ്റ കോഴ്സ് പഠിക്കുന്നതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീമും കൂടി സ്റ്റുഡന്റ് പഠിച്ചെടുക്കാൻ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം എന്നില്ല. ഇപ്പൊ ചില സ്റ്റുഡൻസ് ഈവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ വന്ന് അങ്ങനെ സംസാരിച്ച സ്റ്റുഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ജോബ് റോളിന് പറ്റിയ കോഴ്സുകളാണ് ശരിക്കും ഈ ബിസിനസ് മാനേജ്മെന്റിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയൊക്കെ എൻ്റർ ചെയ്യാനും ഈ ഒരു ഒറ്റ കോഴ്സ് കൊണ്ട് സാധ്യമാകുന്നു. അതാ ഇപ്പം അശ്വത് സാറ് പറഞ്ഞ പോലെ തന്നെ ചില ഒരു നമ്മൾ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന കോഴ്സ് കൂടി ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ പോയിന്റ്. കാരണം വെച്ചാൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് മേഖലയും ഓപ്പൺ ആയി. അതായത് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും ഓപ്പൺ ആയി. കാരണം വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലയും അവർക്ക് ഓപ്പൺ ആയി. കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനി വർക്ക് ചെയ്യും, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് കാലം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അശ്വത് സാറ് പറഞ്ഞ പോലെ കമ്പനീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ക്വാളിഫൈഡ് ആയിട്ട് ആയി എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ 7 ക്വാളിഫിക്കേഷൻ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ സെയിം വെസ്റ്റ്ബർഗിന്റെ ക്യാമ്പസിന്റെ ദുബായിൽ കൊടുക്കുന്നത് 40,000 ദിർഹത്തിനാണ്. 40,000 ദിർഹത്തിനാണ്. ഓൾമോസ്റ്റ് ഒരു 10 lakh ആവറേജ് 10 lakh എബോവ് വരും. അപ്പൊ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സാണ് PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ കൂടത്തിൽ ഇവിടെ PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് എക്സ്ട്രീം കൂടിയാണ് കൊടുക്കുന്നത്. അപ്പൊ അത്രയും വാല്യൂ ഉള്ള ഒരു സാധനം ഇവിടെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഈ മലബാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മാത്രമല്ല ഇവിടെ ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ല. കാരണം വെച്ചാൽ ഇത് റിയാലിറ്റി തന്നെ വെസ്റ്റ്ബർഗ് ലെവൽ 7 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു 0 കോമ്പറ്റീറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രീമിയം ചാർജ് ചെയ്യും. പക്ഷെ നമ്മളൊരു മലബാറിലെ കുട്ടികൾ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ കിട്ടണം, അവർക്കുള്ള ഒരു എമൗണ്ട് സാധാ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം, അതിനെക്കാട്ടി ഒരു ചെറിയൊരു കോഴ്സിൽ ഈ ഒരു വലിയൊരു ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടണം എന്നുള്ളൊരു നമ്മളൊരു മാനേജ്മെന്റ് ധാരണ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു നിർബന്ധപ്രകാരം മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കുറഞ്ഞ ഒരു റേറ്റിൽ അത് ഇവിടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ശരിക്കും 1/10 പോലും ആവുന്നില്ല. 1/10 പോലും മാർക്കറ്റിന്റെ പ്രൈസിന്റെ 1/10 പോലും നമ്മൾ ചാർജ് ചെയ്യണില്ല എന്നുള്ള റിയാലിറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ അത് സ്റ്റുഡൻസിന്, അതായത് മലബാറിലെ സ്റ്റുഡൻസിന് അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത്രയും നല്ലൊരു ക്വാളിഫിക്കേഷൻ അവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു സംഗതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള അവർ ചെയ്യേണ്ടത്. കാരണം ഇതൊരു പ്രോഫിറ്റ് ബേസ്ഡ് ഒരു കോഴ്സ് അല്ല. കാരണം മാക്സിമം ഇത് എന്ത് ചെയ്യുക, ഈ മലബാറിലെ സ്റ്റുഡൻസ് ഈ ട്രെൻഡായിട്ടുള്ള ഈ ഒരു ജോബ് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത്ര നല്ലൊരു ക്വാളിഫിക്കേഷൻ മാക്സിമം അത് അവരെടുത്ത് പോവാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞാൽ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് അത് ഏത് സ്ട്രീം ആയിക്കോട്ടെ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം വേഗം വരിക, അങ്ങനത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഒരു 1 year കൊണ്ട് പോലെ എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ അവർക്ക് തീരുമാനിക്കാലോ. എല്ലാ ഏരിയയും ഒരു കവർ കമ്പനിയിലാണോ, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ജോലി പോവുക, ഏറ്റവും നല്ല സാലറി വാങ്ങുക. വിത്തിൻ 1 year ഡിഗ്രിക്ക് ശേഷം അവർക്ക് ലൈഫ് തന്നെ സെറ്റിൽ ആകാൻ പറ്റും. ഈ കോഴ്സിന് കോമ്പീറ്റ് ചെയ്യുന്ന വേറൊരു കോഴ്സ് ഇല്ല കേരളത്തിൽ നിന്നാണ്. കാരണം വെച്ചാൽ അവർക്ക് 2 ക്വാളിഫിക്കേഷനാണ് കിട്ടുന്നത്. അത് ലെവൽ 7 ക്വാളിഫിക്കേഷൻ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ക്വാളിഫിക്കേഷൻ, PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആണ് ക്വാളിഫിക്കേഷൻ. അതായത് ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഒരു MBA ഒക്കെ പഠിച്ച അതേ ഒരു സംഗതിയാണ് ഒരു സൈഡിൽ കിട്ടുന്നത്. അതർ സൈഡിൽ പോകുമ്പോൾ അതൊരു പിന്നെ MSc ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ക്വാളിഫിക്കേഷൻ, രണ്ടും കൂടി ഒരു പാക്കേജിൽ അവർക്ക് കിട്ടുകയാണ്. ഇതൊരു വലിയൊരു ക്വാളിഫിക്കേഷനാണ് അവരെ കയ്യിൽ കിട്ടുന്നത്. ഇങ്ങനൊരു കമ്പാരിസൺ ചെയ്യാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ കോളേജിനൊന്നും കഴിയില്ല. കാരണം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ കഴിയില്ല. ഈ ബൈ ചാൻസ് അതിൽ ഒരു ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റ് കൊടുക്കണമെങ്കിൽ പോലും മിനിമം 10 lakh ചാർജ് ഉണ്ട്.
അത് ഈ ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പോസ്റ്റ് ഒന്ന് അക്രഡിറ്റേഷൻ കിട്ടില്ല എന്നുള്ളത് ഒരിക്കലും അക്രഡിറ്റേഷൻ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇല്ല. ഇനി ഒരു ട്രൈ ചെയ്താൽ ചിലപ്പോൾ 5-10 വർഷം കൊണ്ടൊക്കെ കിട്ടുമായിരുന്നു. ഈ കരലിൻ്റെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും അപ്രൂവൽ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിന് അപ്രൂവൽ ബൈ ചാൻസ് ഫ്യൂച്ചറിൽ കിട്ടിയാൽ പോലും അതൊരു ബിലോ 5 lakh 6 lakh അവർക്ക് കൊടുക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. കാരണം പ്രോഫിറ്റ് ബേസിൽ അവർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കറന്റ് നമ്മൾ പ്രോഫിറ്റ് ബേസിൽ നോക്കാതെ കുട്ടികൾക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണം എന്നുള്ള ഈ ഒരു കോഴ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് പ്രൈസിൻ്റെ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്.